സംസ്കൃത അധ്യാപകർ പെരുമ്പാവൂർ ടൗണിൽ നടത്തിയ ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. 2025-26 അധ്യയന വർഷത്തിൽ പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടികൾ. ലഹരി വിരുദ്ധ പരിപാടികളിൽ ഇപ്പോൾ അധ്യാപക സാന്നിധ്യവും. UP വിഭാഗം സംസ്കൃത അധ്യാപകർ പെരുമ്പാവൂർ ടൗണിൽ നടത്തിയ ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 2025-26 അധ്യയന വർഷത്തിലെ അധ്യാപക ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും നിർദ്ദേശപ്രകാരം കേരളത്തിലെമ്പാടും നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയോട് അനുബന്ധിച്ചാണ് സംസ്കൃത അധ്യാപകർ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. നമ്മൾ ഈ വർഷം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ വർഷമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളെ, നമ്മുടെ കുട്ടികളെ തീർത്തും ലഹരി വിമുക്തമായി അതിനെ ഒരു ഭാഗമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലറിയാതെ വന്ന് പെട്ടുപോകുന്നൊരവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷിക്കുകയും ഒപ്പം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ, അതായത് ആ പ്രവർത്തനങ്ങളിൽ എതിരെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രചാരണം നടത്തുന്ന ഒരു വിഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റുകയും അതിലൂടെ സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത്. ചടങ്ങിൽ മുഖ്യപരിശീലക മായാദേവി കെ ആമുഖ പ്രഭാഷണം നടത്തി. പെരുമ്പാവൂർ റേഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവയായ ഒരമ്മ അവരുടെ 3 മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസവും ജോലി വാങ്ങിച്ചു കൊടുത്തു. ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്താണെന്ന്, എന്താണ് ചേച്ചി, എന്ത് മാജിക് മന്ത്രമാണ് മക്കൾ പ്രവർത്തിച്ചപ്പോൾ സാധുശ്രീ പറഞ്ഞു, എൻ്റെ പൊന്നു സാറ്, എൻ്റെ മക്കൾ മാജിക് മന്ത്രം തന്ത്രമൊന്നും പ്രവർത്തിച്ചില്ല. എൻ്റെ മക്കളെ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലൊക്കെയായിരുന്നു അധ്വാനിക്കാൻ പഠിപ്പിച്ചു, 2 പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, 3 സത്യസന്ധരാകാൻ പഠിപ്പിച്ചു. ഈ 3 കാര്യമുള്ള വീട്ടിലെ കുട്ടി ഒരിക്കലും ഒരു ലഹരിക്ക്, ഒരു മയക്കമരുന്നൊന്നും ചെന്ന് പെട്ട് പോവുകയില്ല. നമുക്കറിയാം, 28 സംസ്ഥാനങ്ങളെടുത്താൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്, രണ്ടാമത് നമ്മുടെ കൊച്ചു കേരളം. പഞ്ചാബിനെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ കൊച്ചു കേരളം ഓരോ ദിവസം ചെല്ലുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികൾ ലഹരിക്കും മയക്കുമരുന്നിനും പെട്ടുപോകുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. സംസ്കൃത അധ്യാപകൻ പ്രശാന്ത് M. കൈമൾ, മേജോ ജോസ്, ഡോക്ടർ വിനോവിൻ VA, രാജേഷ് കുമാർ PK എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു നേരത്തെ കൗതുകമോർത്ത് വലിയൊരു കിണിയിൽ ചാടരുതേ, മയക്കുമരുന്നും മദ്യവും വേണ്ട, മാറാവ്യാധികൾ വാങ്ങേണ്ട, മയക്കുമരുന്നും മദ്യവും വേണ്ട, മാറാവ്യാധികൾ വാങ്ങേണ്ട, ലഹരികളൊന്നും ഇല്ലാത്ത നല്ലൊരു ലോകം വാർത്തിടാൻ അരുതേ അരുതേ ചങ്ങാതികളെ, ലഹരിക്കടിമകളാകരുതേ, ലഹരികൾ തകർക്കും നമ്മുടെ ജീവിതം അറിയാനൊട്ടും വൈകരുതേ. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.